നിങ്ങളാണോ ടിവിയിലും പത്രത്തിലൊക്കെ നിറഞ്ഞിരിക്കുന്ന അഡ്വക്കേറ്റ് ലക്ഷ്മണൻ ലേഡീസ് ഒള്ളി? അതെ. പക്ഷെ കണ്ടാ പറയൂലട്ടോ ഒരു വശപ്പശക്ക് ലക്ഷണം. ഇതെനിക്ക് ചുമ്മാതിരിക്കുന്നുണ്ടോ? ഇതെന്റെ ഭാര്യ സുമലത, ഇവിടുത്തെ സിസ്റ്ററാ, സാറിന്റെ ഫാനാ. നമസ്കാരം. ഞാനടക്കം അവിടെ പെട്ടിയെടുത്ത് അങ്ങോട്ട് വരാനൊരുങ്ങും. ഒരു പരുവത്തിൽ അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നത്. ചുമ്മാ പറയുന്നു സാറേ. നിങ്ങളൊരു ഡൈവോഴ്സ് സ്പെഷ്യലിസ്റ്റ് അല്ലേ? ഞാൻ ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റാ. പണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതിവിദഗ്ധമായ 7 ഹാർട്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കി. പക്ഷേ പേഷ്യന്റ് 7 അടിച്ചുപോയി സാറേ. പിന്നെ അവിടെ നിക്കക്കള്ളിയിലുണ്ടായപ്പോ ഡോക്ടർ കുഴിത്തറ സുഗുണൻ MBBS ബോർഡ് കൊടുത്തുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇതൊന്നും ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയില്ല കേട്ടോ. അപ്പോഴേ സാറിന്റെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല, എനിക്ക് ഹാർട്ടേ ഇല്ല. ഹാർട്ടിലെന്നാ? ഇല്ലേ? അങ്ങനെയാണ് ശത്രുക്കൾ പറയുന്നത്. ആ പേഷ്യന്റ് എന്തോ ചോദിക്കുന്നു. ആ പേഷ്യന്റ് പൈനാപ്പിൾ ജ്യൂസ് കൊടുക്കാൻ ടൈമായി. ചെല്ലു. ജ്യൂസ് വന്ന് ഇത് നന്നാക്കി തന്നെ ഇരിക്കട്ടെ. കടിക്കണം കടിക്കണം പന്നി. ഈ പേഷ്യന്റ് പിന്നെ എന്തോ ചോദിക്കുന്നു. ഇത്ര പെട്ടെന്ന് അകത്ത് കയറ്റിയ സുമലതേ, അടുത്തത് ക്യാരറ്റ് ജ്യൂസ് കൊടുക്കൂ. രണ്ടും കൂടി മിക്സ് ആവാമോ? വീണ്ടും വിളിക്കുന്നു. ഇപ്പൊ വരാം. ഇനിയിപ്പൊ കുടിക്കണ്ട നേതാവേ, 1-നും 2-നും ഒക്കെ പോണോന്ന് തോന്നുന്നു. നേതാവോ? ആ, ഒരു ലോക്കൽ നേതാവ്, ഭക്തവത്സരൻ. ഏതോ പരമനാരികൾക്ക് ഇപ്പൊ ത്തിലാക്കി. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തരാന്നേ. ഡോക്ടറെ, ഇത് പണിയാവും. മുഖം കണ്ടിട്ട് ഇയാൾക്ക് 1-നോ 2-നോ പോണമെന്നാണ് തോന്നുന്നത്. അയ്യേ, അത് എന്നോട് പറഞ്ഞാ പോരെ. ഇപ്പൊ ശരിയാക്കി തരാം. ഇനിയും താമസിച്ചാ ശരിയാവൂല. അയ്യോ, അതിനെനിക്കൊന്നും പറ്റിയില്ലല്ലോ. നിറയെ ഫ്രൂട്ട്സ് ആണല്ലോ. എന്തെങ്കിലും പറ്റിയ പിന്നെ ഞങ്ങളെ ആര് നോക്കും? അതിനല്ലേ ഞാനുള്ളത്. കരിക്കട്ട നിന്റെ അച്ഛൻ. ഞങ്ങളുടെ നെഞ്ചേരിന്ന് ഞങ്ങൾക്ക് അറിയും അല്ലേ? കരിക്ക് കുടിക്കും സാറേ. സിസ്റ്റർ സിസ്റ്റർ, കട്ടം മാറ്റരുത്. ആ മുഖം കണ്ടാൽ അറിയാം. കഴിഞ്ഞിട്ടില്ല. സുമു, എന്താ ഡോക്ടർ? ജ്യൂസ് കൂടുതൽ കുടിച്ചിട്ടാവും. ഇന്നത്തേക്ക് എന്തായാലും കട്ടം മാറ്റണ്ട. മതി. വേണ്ട, മതി. എനിക്ക് തൃപ്തിയായി. നിങ്ങളുടെ ഈ അഗാധമായ സ്നേഹത്തിന്റെ മുന്നിൽ എന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്നു, അധരം വിതുമ്പിപ്പോകുന്നു. ഒരു ശക്തിക്കും ഇനി ലക്ഷ്മണനെ അധിക നാൾ തളച്ചിടാനാവില്ല. ഞങ്ങൾ ലക്ഷ്മണൻ വക്കീല് സുഖമായാൽ വെട്ടി വേലായുധ ഞങ്ങൾ നേർച്ചക്കാവടി എടുത്തോളാമേ.
ഈ നിൽക്കുന്ന ഡോക്ടർ സുഗുണൻ എത്ര ക്രൂരനും പിശാചിന്റെ അവതാരവുമാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇയാൾ നടത്തിയ 7 ഹാർട്ട് ഓപ്പറേഷനിൽ 7 പേരും കൊല്ലപ്പെട്ടത് അബദ്ധത്തിലല്ല. മനഃപൂർവ്വം സാഡിസ്റ്റായ ഈ പ്രതി കൊലപ്പെടുത്തി ആനന്ദിക്കുകയായിരുന്നു എന്നുള്ള സത്യം ഒരിക്കൽ കൂടി കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എന്റെ കക്ഷി സുമലതയുടെ ജീവൻ രക്ഷയോർത്ത് ഈ ഡൈവേഴ്സ് എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇത് വിശ്വസിക്കരുത് യുവർ ഓണർ. എന്റെ കക്ഷി ഒരു പാറ്റയെ പോലും കൊന്നിട്ടില്ല. സത്യം. അമ്മേനെ ഓർഡർ ഓർഡർ. ഡോക്ടർ സുഗുണൻ ഒരു സാഡിസ്റ്റ് ആണെന്ന് ബോധ്യപ്പെട്ട ഈ കോടതി സുമലതയ്ക്ക് ഡൈവോഴ്സ് അനുവദിച്ചിരിക്കുന്നു. ഇന്ന് അവൻ ജയിച്ചു. എടാ നീ പൂജാമുറിയിൽ തന്നെ ആയിരുന്നല്ലേ? നിന്റെ പ്രാർത്ഥന ഫലിച്ചു. ഈ കേസിലും നിന്റെ ഏട്ടൻ വിജയിച്ചു മോളെ. അഡ്വക്കേറ്റ് ലക്ഷ്മണൻ ഓരോ കേസ് വിജയിക്കാനും സ്വന്തം പെങ്ങള് പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് പുറം ലോകത്തിന് അറിയില്ലല്ലോ. ഓരോ കേസിലും ലക്ഷ്മണൻ വക്കീല് വിജയിച്ചു എന്ന് കേൾക്കുമ്പോ സന്തോഷമുണ്ട്. പക്ഷേ ഏട്ടൻ ജയിക്കുമ്പോ തോൽക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അതേടി, തോൽവികൾ ഏറ്റുവാങ്ങാൻ ഈ പ്രഹ്ലാദന്റെ ജീവിതം പിന്നെയും ബാക്കി. നിനക്ക് ചോറ് ഇവിടെ, കൂറ് അവിടെ. അല്ലടി, നിക്കടി അവിടെ. എടി, നിന്റെ ചേട്ടനെ കൊണ്ട് തന്നെ നിന്റെ കെട്ടുതാലി ഞാൻ മുറിക്കുമടി. എടി, ഈ പ്രഹ്ലാദൻ കോടതിയിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ. ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ വിജയിച്ചിട്ടില്ല. അത് നിനക്കറിയോ? എടി, നിന്നെ കടിച്ചു കയറാൻ നിൽക്കുന്നവരെ സിംഹമാടി ഞാൻ. അങ്ങനെയൊക്കെ പറയാമെങ്കിലും ചേട്ടൻ പാവാന്ന് എനിക്കല്ലേ അറിയൂ. പാവോ? അത് ഉറങ്ങുമ്പോ. എടി, നിന്നെ ഞാൻ ഒരു ദിവസം ലക്ഷ്മണ രേഖ കടത്തുമെടി. തുനിഞ്ഞിറങ്ങിയോ എന്നെ നിനക്കറിയില്ല. ഇനിയിപ്പോ കൊന്നാലും വേണ്ടില്ല, ചേട്ടനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ഒരു പട്ടിയെ പോലെ വേണമെങ്കിൽ ഞാൻ ഈ കാൽക്കിൽ കിടന്നോളാം. പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. നീ ഇന്ന് പട്ടിക്ക് ചോറ് കൊടുത്താടി? കൊടുത്തു. കൊടുത്തോ? എന്നാ പോയി ഒന്നോടെ കുററി. നിക്കടി ഇവിടെ. ഇനി പൊക്കോ. അപ്പൊ അനുസരണ ഉണ്ട്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ഇവൾക്ക് ബോധ്യമായാൽ എന്നെ പോലുള്ള ഭർത്താക്കന്മാരുടെയൊക്കെ പുറത്ത് ഇവളുമാര് തിരിച്ചു കുതിര കയറും. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. സാറേ, കാഞ്ഞിരം പാറയിലുള്ള ഒരു സുഗുണന്റെ പെണ്ണും പിള്ളയ്ക്ക് ഡൈവേഴ്സിന് താല്പര്യമുണ്ട്. കേസ് പിടിക്കട്ടെ. ഇതവളാ ആരാധിക. ആ സ്പീക്കർ ഫോൺ ഓൺ ചെയ്ത് ഞാൻ കൂടി ഒന്ന് കേൾക്കട്ടെ. ഹലോ, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചിങ്ങനെ ശല്യം ചെയ്യുന്നു? എന്താ നിങ്ങൾക്ക് വേണ്ടത്? സോറി സോറി സോറി. ഓഫിയല്ലേ ഓഫിയല്ലേ, ഒരു ലേഡി അല്ലേ. വിളിച്ച് ശല്യപ്പെടുത്തിയിട്ട് സോറി പറഞ്ഞാൽ മതിയോ? വിളിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞാൽ മതി. മേലെ ഞാൻ വിളിക്കില്ല. അല്ലാതെ എന്നോടിങ്ങനെ ദേഷ്യത്തെ സംസാരിക്കരുത് പ്ലീസ്. കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഓരോ തിരക്കിനിടയിൽ. സാരമില്ല സർ, ഇത്രയും തിരക്കുള്ള ആളെ ശല്യപ്പെടുത്താൻ പാടില്ലായിരുന്നു. പിന്നെ ഒന്ന് പറഞ്ഞോട്ടെ, ദൈവത്തോട് ആരും അനുവാദം ചോദിച്ചിട്ടല്ല ആരാധിക്കുന്നതും പൂജിക്കുന്നതും. ഞാനും അത്രേ ചെയ്തുള്ളൂ. ഇനി വിളിക്കാതിരിക്കാൻ ശ്രമിക്കാം. കുട്ടി, ഞാനൊന്ന് കട്ടായി. സ്വിച്ച് ഓഫ് ചെയ്തു. ദേഷ്യപ്പെടണ്ടായിരുന്നു, പാവം. സാറേ, ഇതാ പൂജാരിയുടെ മോളാ. ഏത് പൂജാരി? അല്ല, പൂജയുടെ ആരാധനയുടെയും കാര്യമൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ ഏതെങ്കിലും പൂജാരിയുടെ മോളായിരിക്കണമല്ലോ. എന്തായാലും പ്രേമപിത്തം പിടിച്ച ഒരു പെണ്ണ. ഏയ്, പ്രേമം എന്നൊക്കെ പറഞ്ഞാ അതും ഈ പ്രായത്തില്. പ്രേമത്തിന് എങ്ങനെ പ്രായവും കാലവും ദേശവും ഒന്നും ഇല്ല സാറേ. ഈ ബന്ധം സാർ അങ്ങ് ഉറപ്പിക്കണം. എന്തോന്ന് ഉറപ്പിക്കാൻ? അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി ഡിഗ്രി ഗോവിന്ദ. അങ്ങനെ പറയരുത് സാറേ. സാറിന് കാര്യങ്ങൾ അറിയാമല്ലോ. ആ ബ്രോക്കർ സത്യവാൻ നാടായ നാട് മുഴുവൻ അലഞ്ഞിട്ടും ഒരു പെണ്ണെങ്കിലും സാറിനെ കെട്ടാൻ തയ്യാറായോ? അത് പിന്നെ കാരണം എന്താ? താലി അറക്കുന്ന ഒരുത്തന്റെ കൂടെ പെണ്ണിനെ പറഞ്ഞു വിട്ട അവളുടെ താലിയും അറ്റുപോകുന്നു നാട്ടുകാരും വീട്ടുകാരും പെൺകുട്ടികളും ഉറച്ചു വിശ്വസിക്കുന്നു. അനാവശ്യം പറയരുത് കേട്ടോ. അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല. ഞാൻ പറഞ്ഞത് പച്ച പരമാർത്ഥ. എന്റെ അനുഭവം വെച്ച സാറിന്റെ ഫാൻസ് മുഴുവൻ വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണ്. ഒന്ന് പോവിന്ദ. ആദ്യമായിട്ടാണ് കന്യകയായ ഒരു പെൺകുട്ടി സാറിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അവളും ഇപ്പൊ കെട്ടിയാണെങ്കിലോ? ആ കരിനാക്കെടുത്ത് വളയ്ക്കരുതേ. സ്ത്രീകളുടെ ശബ്ദശാസ്ത്രം അലച്ചു കലക്കി കുടിച്ചിട്ടുള്ള ഒരാളെ നിലയ്ക്ക് ഞാൻ പറയുക, ആ യുവതിയുടെ കന്യകാത്വം ഈ നിമിഷം വരെ നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി സാറിന്റെ വിവാഹ ശേഷം എന്താവൂന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ശരിയാവൂ? ഇത് ശരിയാകും. സാർ നോക്കിക്കോ. ഒരു പെണ്ണിന്റെ മനസ്സേ അത് ഞങ്ങൾക്ക് അറിയൂ. അവിടെ മനസ്സ് നിറയെ സാറാ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് പറയുവോ?
ഒരു പെണ്ണിന്റെ ഹൃദയത്തിലോട്ട് ഒരു പുരുഷന് പെട്ടെന്നൊന്നും അങ്ങനെ കയറാൻ പറ്റത്തില്ല സാറേ. പക്ഷെ കയറിയത് തന്നെ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. സാറിന്റെ മഹാഭാഗ്യത്തിനാ ഒരു പെൺതരിക്കെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്ടം സാറിനോട് തോന്നിയത്. എന്തോന്ന് ഇഷ്ടം? ഈ ഭൂമിയിൽ എനിക്കൊരു പെണ്ണില്ലെന്നും ഈ ജന്മത്തൊരു കല്യാണമില്ലെന്നും പറഞ്ഞ് നടന്നവനാ ഞാൻ. നിങ്ങൾ എല്ലാവരും കൂടെ ഓരോന്ന് പറഞ്ഞു എന്റെ കൺട്രോൾ കളയരുത്. എന്തും കളയാൻ തയ്യാറായി നിൽക്കുന്ന എന്റെ മനസ്സ് കാണാൻ ഇവിടെ ആരുമില്ല. സാറിന്റെ ഒരു യോഗം. സാറാമ്മേ, എന്താ ഇത്? ലേഡീസ് ഉള്ള ഈ കണ്ണിമാങ്ങാച്ചാറ്. അതല്ല സാറേ, ഇതിൽ ഉപ്പില്ല. എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. ഉപ്പ് മാത്രമല്ല, ഉലുവയില്ല, ടേസ്റ്റും ഇല്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? അബദ്ധത്തിനെടുത്ത് കഴിച്ചോണ്ടല്ലേ എനിക്ക് മനസ്സിലായത്. നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം പറയുക, മറ്റെന്തും ഞാൻ സഹിക്കും, ക്ഷമിക്കും. എന്റെ അച്ചാറിന്റെ ക്വാളിറ്റിയിൽ മാത്രം തൊട്ട് കളിച്ചാൽ ഞാൻ സഹിക്കില്ല. എല്ലാത്തിനും ചവിട്ടി പുറത്താക്കിയിട്ട് വേറെ പെമ്പിളരെ ഞാൻ കൊണ്ടുവരും. എന്റെ കണ്ണൊന്ന് തെറ്റിൽ ഇവിടെ ഇങ്ങനെ സാറേ. ഈ പ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്കണം. ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സാറ് പറഞ്ഞതുപോലെ ഇവിടെ മറ്റൊരാള് വരണം. പാചകകലയിൽ നൈപുണ്യമുള്ള എന്താ ഏതെങ്കിലും ഒരുവൻ.